അനിലിൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഇന്ദുവിൻ്റെ ഉള്ളിൽ ഒരു വിറയൽ തുടങ്ങും. അത് ചെറുഭയത്തിൻ്റെയല്ല, മറിച്ച് വരാനിരിക്കുന്ന പരുഷമായ വാക്കുകളുടെയും ശാരീരികമായ ഉപദ്രവങ്ങളെയും കുറിച്ചുള്ള ഒരുതരം മുൻകൂട്ടിയുള്ള മടുപ്പാണ്. ഈ 10 വർഷത്തിനിടയിൽ മടുത്തുപോയിരുന്നു അവൾക്ക്. വിവാഹം കഴിഞ്ഞ് 10 വർഷം പിന്നിടുമ്പോഴും ഇന്ദുവിന് അനിൽ ഒരപരിചിതനായിരുന്നു. പുറമേ മാന്യനായ സർക്കാർ ഉദ്യോഗസ്ഥൻ, എന്നാൽ 4 ചുമരുകൾക്കുള്ളിൽ അയാൾ ഒരു സ്വേച്ഛാധിപതിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന ഒറ്റ വിലാസത്തിൽ വേരറ്റ് പോയത് ഈ പെണ്ണൊരുത്തിയുടെ ജീവിതവും. എന്നവൻ പതിവിലും ദേഷ്യത്തിൽ ആരോടൊക്കെയുള്ള അമർഷത്തിലുമായിരുന്നു. ഓഫീസിലെ ഏതോ പ്രശ്നത്തിൻ്റെ ദേഷ്യം തീർക്കാൻ അയാൾക്കൊരാൾ വേണം. അത് ഇന്ദുവാണ്. ചായ എവിടെടി? സിറ്റൗട്ടിൽ ഇരുന്നു കൊണ്ട് അയാൾ അലറി. ഇന്ദു വേഗതയിൽ ചായയുമായി എത്തി. ഗ്ലാസ് മേശപ്പുറത്ത് വെക്കുമ്പോൾ അവളുടെ കൈ ചെറുതായി ഒന്ന് വിറച്ചു. അല്പം ചായ മേശപ്പുറത്തേക്ക് തെറിച്ചു. അനിലിൻ്റെ കണ്ണുകൾ ചുവന്നു. അയാൾ ഗ്ലാസ് എടുത്ത് ദൂരേക്ക് എറിഞ്ഞു. ഗ്ലാസ് തകർന്നു വീണ ശബ്ദം ഇന്ദുവിൻ്റെ കാതിൽ തുളച്ചു കയറി. അടുത്ത നിമിഷങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ആ കൈകൾ ശരീരത്തിൽ പതിയും. കണ്ണ് കണ്ടുകൂടിയേടി നിനക്ക്? ആരെ ഓർത്താടി നീ നടക്കുന്നത്? അയാൾ അവളുടെ മുടികൾ കുത്തിപ്പിടിച്ചു. അത് ഞാൻ, കരഞ്ഞുകൊണ്ട് ഇന്ദു പറഞ്ഞു. പക്ഷെ അയാളത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്ദുവിൻ്റെ കവിളത്തൊരടി വീണു. തല ചുറ്റും പോലെ തോന്നി അവൾക്ക്. മോളെ, ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് ന്യായം പറയുന്നോ? നിനക്കറിയില്ലേ ഞാൻ ആരെന്ന്? അനിൽ ഓരത്തേക്ക് അവളെ തള്ളി അകത്തേക്ക് പോയി. ഇന്ദു കവിളിലൂടെ ഒഴുകിയ കണ്ണുനീർ തുള്ളി കൈകൊണ്ട് തുടച്ചു മാറ്റി അടുക്കളയിലേക്ക് പോയി. ഇന്നും അച്ഛനമ്മയെ അടിച്ചോ? 10 വയസ്സുകാരി മകൾ അനുജ ഇന്ദുവിനോട് ചോദിച്ചു. എന്ത് മറുപടി പറയും? അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുപോയി. മകൻ അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നറിയാതെ നോക്കി നിന്നു. ഈ സംഭവം അത് ആദ്യത്തെയല്ല, അവസാനത്തേതുമല്ല എന്ന് അവൾക്കറിയാമായിരുന്നു. കാലങ്ങളായി അവൾ ഇത് അനുഭവിക്കുന്നു, സഹിക്കുന്നു. മക്കൾക്ക് വേണ്ടിയും സമൂഹത്തെ പേടിച്ചും അവൾ തൻ്റെ വേദനകൾ ഉള്ളിലൊതുക്കി. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവൾ ആഗ്രഹിച്ച ജീവിതം. അതിൻ്റെ നിഴൽ പോലും ഈ ജീവിതത്തിലില്ല. ഒരു സാധാരണ കുടുംബത്തിലെ അച്ഛൻ്റെയും അമ്മയുടെയും മൂത്ത മകളാണ് ഇന്ദുലേഖ എന്ന ഇന്ദു. പഠനത്തിലും പാട്ടിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കെൽപ്പുണ്ടായിരുന്ന അവൾ. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് വീട്ടുകാർ ഈ സർക്കാർ ഉദ്യോഗസ്ഥനെ കണ്ടെത്തിയത്. അവരുടെ ഇഷ്ടമല്ല, നിർബന്ധം. ആത്മഹത്യ ഭീഷണി, തനിക്ക് താഴെയുള്ള സഹോദരങ്ങളുടെ ഭാവി ചൂണ്ടിക്കാട്ടിയുള്ള ബ്ലാക്ക് മെയിലിംഗ്, എല്ലാത്തിലും കൂടി ഇന്ദുവിന് അവളുടെ ജീവിതം സമർപ്പിക്കേണ്ടി വന്നു. വിവാഹം ഉറപ്പിച്ച സമയം ആദ്യമൊക്കെ അവളോട് അനിൽ വളരെ മാന്യമായായിരുന്നു. പതിയെ പതിയെ സംസാരത്തിൽ ഒരു അധികാരം, ആജ്ഞാശക്തി അമ്മയോട് സൂചിപ്പിച്ചപ്പോൾ ആണുങ്ങൾ ഇങ്ങനെയൊക്കെയാണത്രേ. അവളും അത് വിശ്വസിച്ചു. അവന് വേണ്ടി അവൾ അവന് ഇഷ്ടമുള്ള പോലെ പെരുമാറാൻ തുടങ്ങി. പതിയെ പതിയെ അവൾക്ക് മനസ്സിലായി അതായിരുന്നു അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന്. ആദ്യമൊക്കെ ബഹളം വെച്ചു മാത്രമായിരുന്നു അവൻ സംസാരിച്ചിരുന്നത് എങ്കിൽ പോകെ പോകെ അത് ഉപദ്രവത്തിൽ കലാശിച്ചു. അപ്പോഴും അവൾ വീട്ടിൽ അറിയിച്ചു. പതിവ് ഉപദേശം ഇങ്ങനെയൊക്കെയാണ്. പിന്നീട് അവൾ ആരോടും ഒന്നും പറഞ്ഞില്ല. ആർക്കും അവൾ അനുഭവിക്കുന്നത് എന്തെന്നും അറിയില്ല. ഇന്ന് അവൾ ഉള്ളിലെ ഏറ്റവും വലിയ വേദന അച്ഛനമ്മമാരുടെ സ്നേഹം കണ്ട് വളരേണ്ട മക്കൾ ദിനംപ്രതി കാണുന്നതും കേൾക്കുന്നതും ഇതൊക്കെ ആയതാണ്. രാത്രി ഭക്ഷണം കഴിഞ്ഞ് കിടക്കുമ്പോൾ പതിവ് പോലെ അനിൽ അവളെ പിന്നിൽ നിന്ന് വരിഞ്ഞു മുറുക്കി. പ്ലീസ് അനിലേട്ട, എനിക്ക് വയ്യ. ഇന്നലത്തെ വേദന പോലും എനിക്ക് മാറിയിട്ടില്ല. ഇന്നൊരു ദിവസത്തേക്ക്. അവൾ പറയുമ്പോഴേക്കും അനിൽ അവളെ മലർത്തിക്കിടത്തി അവൾക്ക് മേലാധിപത്യം സ്ഥാപിച്ചു. നിന്റെ സമയവും ഇഷ്ടവും നോക്കിയിരിക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? ഞാനായതുകൊണ്ട് നിന്നെപ്പോലൊരു ശവത്തിനെ സഹിക്കുന്നു. അനിൽ പറഞ്ഞുകൊണ്ട് അവളുടെ മാറിടം ഞെരിച്ചമർത്തി. ഇന്ദു വേദന കൊണ്ട് പുളഞ്ഞുപോയി. വാക്കുകളുടെയും പ്രവർത്തികളുടെയും വേദന മാത്രം നിറച്ചവൻ. ബലമായി അവളിലെ വസ്ത്രം വലിച്ചു മാറ്റിയവൻ തൻ്റെ ആധിപത്യം അവളിൽ സ്ഥാപിച്ചു. സുരക്ഷിതത്വവും സ്നേഹവും ലാളനയും ഒക്കെ കൊതിച്ച് അവളിലെ പെണ്ണിനെ എത്രത്തോളം വേദനിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം അവൻ വേദനിപ്പിച്ചു. തൻ്റെ കാമം പൂർണ്ണമായും ശമിപ്പിച്ച ശേഷം മാത്രമാണ് അവൻ പിന്മാറിയത്. ഒന്നുറക്കെ കരയുക പോലും ചെയ്യാതെ അവൾ പരമാവധി ശബ്ദം പുറത്തു കേൾക്കാതെ നിശബ്ദമായി തേങ്ങി. വേദന അധികരിക്കുമ്പോൾ പുതപ്പിലും തലയിണയിലും മുറുക്കി പിടിച്ചവൾ. താൻ ഇന്ന് എതിർത്തതിൻ്റെയാണ് ഇന്ന് ഇത്രയും വേദനിപ്പിക്കുന്നത്. അനിൽ നിന്ദു തന്നെ എതിർക്കുന്നത് ഇഷ്ടമല്ല. അതിനവൻ പകരം ചോദിക്കുന്നത് ഇങ്ങനെയും. അന്നത്തെ രാത്രി ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ ഇന്ദു തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു. പഠിക്കാൻ മിടുക്കിയായിരുന്നു. കോളേജിൽ പാട്ട് മത്സരത്തിൽ ഒന്നാമതെത്തിയിരുന്ന പഴയ ഇന്ദു എവിടെ പോയി? ഒരു നിഴലായി ഭീരുവായി അവൾ മാറിയത് എന്നായിരുന്നു. ചിന്തകൾ അധികരിച്ചപ്പോൾ അവളുടെ ഉള്ളിൽ പല തീരുമാനങ്ങളും ഉരുവാകുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ അനിൽ പുറത്തു പോയ സമയം ഇന്ദു തൻ്റെ പഴയ അലമാര തുറന്നു. അവിടെ അവളുടെ പഴയ സർട്ടിഫിക്കറ്റുകളും ഡിഗ്രി മാർക്ക് ലിസ്റ്റും ഉണ്ടായിരുന്നു. പൊടി പിടിച്ച കടലാസുകൾക്ക് ഇപ്പോഴും അവളുടെ സ്വപ്നങ്ങളുടെ മണമുണ്ടായിരുന്നു. അവൾ കണ്ണുകൾ തുടച്ചു. ഇനി സഹിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് അവളിൽ ഉറച്ചു. സുമതി ആദ്യം ചെയ്ത് തൻ്റെ അടുത്ത സുഹൃത്തായ അഡ്വക്കേറ്റ് മീരയെ വിളിക്കുക എന്നതായിരുന്നു. മീരെ, എനിക്ക് ജീവിക്കണം, പക്ഷെ ഇങ്ങനെയല്ല. എല്ലാ കാര്യവും പറഞ്ഞ ശേഷം ഇന്ദുവിൻ്റെ വാക്കുകളിൽ ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. മീരയുടെ സഹായത്തോടെ സുമതി രഹസ്യമായി ജോലികൾക്കായി അപേക്ഷിക്കാൻ തുടങ്ങി. കമ്പ്യൂട്ടർ പരിജ്ഞാനവും മികച്ച ആശയവിനിമയ ശേഷിയും ഉള്ളതുകൊണ്ട് അവൾക്കൊരു പ്രൈവറ്റ് കമ്പനിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികയിൽ ജോലി ലഭിച്ചു. പക്ഷേ അവളത് അനിലിനോട് പറഞ്ഞില്ല. ഒരു ദിവസം അനിൽ ഇന്ദുവിൻ്റെ ജോലിയുടെ കാര്യം എങ്ങനെയോ അറിഞ്ഞു. അന്നവൻ പതിവിലും കൂടുതൽ ക്രൂരനായി.
ഇന്ദുവിൻ്റെ ശരീരത്തിൽ പരിക്കുകൾ ഏൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ആദ്യമായി അയാളുടെ കൈ തടഞ്ഞു. ഇനി വേണ്ട. ഇന്ദു ശാന്തമായും എന്നാൽ ദൃഢമായും പറഞ്ഞു. അനിൽ അമ്പരന്നു. നീ എന്നെ തടയുന്നോ? അയാൾ വീണ്ടും കൈയോങ്ങി. ഇനി എൻ്റെ ദേഹത്ത് തൊട്ടാൽ നിങ്ങൾ പുറമോടിയായി കൊണ്ടു നടക്കുന്ന ഈ മാനിൻ്റെ മുഖംമൂടി വലിച്ചു കീറും ഞാൻ. ഗാർഹിക പീഡനത്തിന് ഞാൻ പരാതി നൽകും. ഇനി നിങ്ങളുടെ ഏകാധിപത്യം ഞാൻ അനുവദിക്കില്ല, അവൾ ഉറപ്പോടെ പറഞ്ഞു. അനിലിൻ്റെ മുഖം വിളറി. ഇന്ദുവിലെ മാറ്റം അയാൾക്ക് ഉൾക്കൊള്ളാനായില്ല. പിറ്റേന്ന് ഇന്ദുവിൻ്റെയും അനിലിൻ്റെയും മാതാപിതാക്കൾ അവിടെ എത്തി. താൻ നല്ലതെന്ന് വരുത്തി തീർക്കാനുള്ള അനിലിൻ്റെ അവസാനത്തെ അടവ്. ഇന്ദു ഈ വരവ് മുന്നേ കണ്ടിരുന്നു. എല്ലാവർക്കും മുൻപിൽ അവൻ നല്ലവനാണല്ലോ. അതിവിനയത്തോടെ തൻ്റെ സകല തെറ്റുകളും ക്ഷമിച്ചു. അവളെ വീണ്ടും സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന അനിലിനെ ഇന്ദു പുച്ഛത്തോടെ നോക്കി. കുടുംബമാവുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തുമുണ്ട് എന്ന് കരുതി നീ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എങ്ങനെ ജീവിക്കും? മക്കളെയെങ്കിലും നോക്കണ്ടേ? അമ്മായിയമ്മയാണ്. എന്തൊക്കെയാണടി നീ കാണിച്ചു കൂട്ടുന്നത്? ആരെ കണ്ടുകൊണ്ടാണ്? ഇങ്ങനെയൊക്കെ കാണിച്ച് പിള്ളേരെയും കൊണ്ട് അങ്ങോട്ട് വരാനാണെങ്കിൽ അത് നടക്കില്ല. അവിടേക്ക് ആരും വരണ്ട. മറ്റാരുമല്ല, ഇന്ദുവിൻ്റെ അമ്മയാണ്. അവൾ ആരോടും ഒന്നും മിണ്ടാതെ നിന്നു. നീ ഇങ്ങനെ മിണ്ടാതെ നിന്നിട്ട് കാര്യമില്ല. മര്യാദയ്ക്ക് ആ ജോലി രാജിവെച്ച് പഴയ പോലെ ജീവിക്കാൻ നോക്ക്. വെറുതെ പ്രശ്നം വഷളാക്കണ്ട. സ്വന്തം അച്ഛൻ പറഞ്ഞപ്പോഴും അവൾ മിണ്ടിയില്ല. മിണ്ടാതെ നിൽക്കാതെ മറുപടി പറയടി. അമ്മ അടുത്തേക്ക് വന്നു. എന്ത് പറയണമെന്നാ? എന്താ പറയണ്ട ഞാൻ? അല്ലെങ്കിൽ തന്നെ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത നിങ്ങളോടൊക്കെ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യം, ഇനി എൻ്റെ ഭർത്താവെന്ന് പറയുന്ന ഈ പകൽമാനിൻ്റെ ഒപ്പം ഞാൻ ജീവിക്കില്ല. എൻ്റെ ജോലി ഞാൻ രാജിവെക്കാനും പോകുന്നില്ല. അവളുടെ തീരുമാനം എല്ലാവരെയും ഞെട്ടിച്ചു. എന്താ ഇന്ദു ഇത്? നിനക്ക് ജോലിക്ക് പോകുന്ന ഇഷ്ടമാണെങ്കിൽ നീ പൊയ്ക്കോ. പക്ഷെ എന്തിനാ എന്നെ വേണ്ടെന്ന് വെക്കുന്നത്? അനിലിൻ്റെ അതിവിനയം. തനിക്കറിയില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന്? അതൊരു അലർച്ചയായിരുന്നു. അതിൽ അവിടെ നിന്നവരെല്ലാം ഭയന്നു പോയി. അറിയില്ലേന്ന്? എന്നാൽ ഞാൻ പറഞ്ഞു തരാം. മടുത്തിട്ട്. തന്നെ പോലെ ഒരാളെ എനിക്കിനി സഹിക്കാൻ വയ്യാത്തത് കൊണ്ട്. താൻ എത്ര തവണ തൻ്റെ കാമം ശമിപ്പിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വരുമ്പോഴും പറയുമായിരുന്നില്ലേ, നിന്നെപ്പോലൊരു ശവത്തിനെ നിവർത്തിയില്ലാത്തതുകൊണ്ട് സഹിക്കുവാണെന്ന്? താൻ ഇനി എന്നെ സഹിക്കേണ്ട. എനിക്കിനിയെങ്കിലും ഒരു രാത്രിയെങ്കിലും മനസ്സമാധാനത്തോടെ ഉറങ്ങണം. തൻ്റെ പരാക്രമങ്ങളില്ലാതെ, എനിക്ക് വേദനകളില്ലാതെ എനിക്ക് ഉറങ്ങണം. ആരെയും ഭയക്കാതെ എനിക്ക് ജീവിക്കണം. അവളുടെ വാക്കുകൾ ഇടറിയെങ്കിലും ഉറച്ചതായിരുന്നു. പിന്നെ നിങ്ങളോട്, ഏതൊരു പെണ്ണിൻ്റെയും ഏറ്റവും വലിയ പരാജയം കൂടെ ചേർത്ത് നിർത്തേണ്ട സമയത്ത് കൈയൊഴിഞ്ഞ് കളയുന്ന അച്ഛനമ്മമാരാണ്. ഞാൻ എന്നെ നിങ്ങളുടെ ബാധ്യത തീർക്കാൻ വേണ്ടി എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളെയും ചതച്ച് കളഞ്ഞ നിങ്ങളോട് ഞാനിനി എന്ത് പറയണം? എത്ര തവണയാണമ്മ ഞാൻ പറഞ്ഞത് എനിക്കിവിടെ വയ്യെന്ന്, ഇയാളെന്നെ ഉപദ്രവിക്കുന്നുവെന്ന്? കേട്ടോ നിങ്ങൾ? ഇല്ലല്ലോ. ഇനിയും ആരും കേൾക്കണ്ട. അവളുടെ അമ്മയും അച്ഛനും അവൾക്ക് മുന്നിൽ തലകുനിച്ചു പോയി. നിങ്ങളുടെ സ്വന്തം മകൾക്ക് ആയിരുന്നു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് മകനല്ലേ? മനസ്സിലായാലും കണ്ടില്ലെന്ന് നടിക്കും. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. ഇനി മുതൽ എനിക്കിങ്ങനെ ഒരു കുടുംബവുമില്ല. എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും തേടി വരാതിരിക്കുക. നിനക്ക് പോകണമെങ്കിൽ പോകാം, പക്ഷെ പിള്ളേരെ എവിടെയും കൊണ്ടുപോവില്ല. അനിലിൻ്റെ ശബ്ദം മാറി. ഞങ്ങൾക്ക് അമ്മയുടെ കൂടെ പോയാൽ മതി. ഞങ്ങൾക്ക് അച്ഛനെ പേടിയാണ്. അനുജ അനിയനെയും കൊണ്ട് ഇന്ദുവിനോട് ചേർന്ന് നിന്നു. ഇത്രയും കാലം ഞാൻ അനുഭവിച്ചതിന് നിങ്ങളെ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ടതാൻ. തരും എല്ലാത്തിനും പകരം. ഇന്ദു അനിലിനെ ഒന്ന് നോക്കിയതിനു ശേഷം അടുത്തേക്ക് പോയി. അനിൽ അവൻ്റെ തകർച്ച അറിഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോൾ ആർക്കും പരസ്പരം ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾ അന്ന് തന്നെ മക്കളെയും കൂട്ടി തൻ്റെ കൂട്ടുകാരുടെ സഹായത്തോടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് മാറി. താൻ സ്വരുക്കൂട്ടിയ ചെറിയ സമ്പാദ്യവും പുതിയ ജോലിയും അവൾക്ക് കരുത്തായി. മാസങ്ങൾ കടന്നുപോയി. അവൾ ഡിവോഴ്സിന് കൊടുത്തു. അനിൽ പലതവണ മാപ്പ് ചോദിച്ചു വന്നു. പക്ഷേ ഇന്ദു അവനെ കേൾക്കാൻ തയ്യാറായില്ല. അറിയാമായിരുന്നു മാറ്റം വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് വേണ്ടതെന്ന്. അവളെ നിയമത്തിന് മനസ്സിലായി. ഡൈവോഴ്സ് കിട്ടുകയും അനിലിൻ്റെ ജോലി പോവുകയും ഗാർഹിക പീഡനത്തിന് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. അവളിപ്പോൾ സ്വതന്ത്രയായ സ്ത്രീയാണ്. ഓഫീസിൽ ബഹുമാനിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥ. മക്കൾക്ക് ധീരയായ അമ്മ. ഒരു വൈകുന്നേരം ബാൽക്കണിയിലിരുന്ന് ചായ കുടിക്കുമ്പോൾ ഇന്ദു ഓർത്തു, സഹനമല്ല ധൈര്യമാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത്. നിശബ്ദത വെടിയുമ്പോഴാണ് ഓരോ സ്ത്രീയും തൻ്റെ ഉള്ളിലെ കരുത്ത് തിരിച്ചറിയുന്നത്. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്